ഹായ്, എല്ലാവർക്കും ഈ വർഷത്തെ ചക്കയായോ? ഞങ്ങൾക്ക് ചക്കയായിട്ടോ. ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാ. ഒച്ചയില്ല, തൊണ്ടയില്ല, ഒന്നുമില്ല. എന്നാലും ചക്ക ഇടാൻ പെരും കാറ്റാ കേട്ടോ. ഒരു രക്ഷയില്ല. ഈ കാറ്റ് കാരണം മൊത്തം എല്ലാവർക്കും ജലദോഷവും അതും ഇതൊക്കെ. അപ്പം ചക്ക മൂത്തല്ലോ. അച്ചാച്ചനോടെ ഇപ്പൊ വെട്ടിച്ചാടിച്ചിട്ട് തരും. തലേ ചക്ക ആടുവന്നോ? എന്നാ മാറാനാ തലേ ചക്ക അടിക്കലെന്ന്. ചക്ക മൂത്ത സന്തോഷത്തില് ചക്ക ഇടുന്നതിന് മുന്നേ ബീഫ് വരെ കറി വെച്ചു കിട്ടോ. ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഉരുണ്ടുരുണ്ട് പോകാതെ ഇപ്പൊ ചക്കപ്പുഴുക്കും ബീഫ് കറിയുന്നു. ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് ഈ ചക്കക്കാലായ എല്ലാരും എന്നോട് പറയും, ആനിയമ്മ ചക്കയായ പിന്നെ ഒരു രക്ഷയില്ലാന്ന്. ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് അത് പുഴുങ്ങി തിന്നാന്നല്ലാതെ വേറെ ഒരു ലക്ഷ്യമില്ല കേട്ടോ. മറ്റേ ചക്കപ്പൊടി ഉണ്ടാക്കാനുണ്ട്, ചക്ക വരട്ടാനൊക്കെ ഉണ്ട്. എന്നാലും ആദ്യത്തെ ചക്ക പുഴുങ്ങി തിന്നേച്ച് നമുക്ക് ബാക്കി ചെയ്യാം. നമുക്ക് ഇത് കൊണ്ടുപോയി വെട്ടി പുഴുങ്ങിച്ച് ഞാൻ കാണിക്കാം. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാ. ഐശ്വര്യമായിട്ട് വെട്ടിക്കോ. അച്ചാച്ച വെട്ടുമ്പോ കുരുപോലും മുറിയാൻ പാടില്ല എന്നാണ് എല്ലാരും പറയാറ്. ഓക്കെ. മൂത്തു മൂത്തു തൂക്കട്ടെ തൂക്കട്ടെ തൂക്കട്ടെ. ഈ ചക്ക കാണുമ്പോൾ മാത്രം എനിക്ക് എന്താ ഇങ്ങനെ ഒരുമാതിരി വെകളി. അതിനായിരിക്കില്ലേ വെകളി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടാൻ കണ്ടുകൊണ്ടൊക്കെ പറയാം. ആ അവസ്ഥയാണ് എനിക്ക് ചക്ക കണ്ടു കഴിഞ്ഞു. ഈ വർഷത്തെ ആദ്യത്തെ പച്ചച്ചക്ക ഞാനതൊന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പൊ ഇതിന് ചക്ക വെട്ടി പുഴുങ്ങിയിട്ട് കാണാം. അപ്പതേ ഇത് കണ്ട നല്ല 1ാം ക്ലാസ് ചക്കപ്പുഴുക്കും ബീഫ് കറി സെറ്റായി കേട്ടോ. ഇതിങ്ങനെ ആവാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. എന്നിട്ട് നല്ല നെയ്യൊക്കെ ഉള്ള കഷ്ണം എടുക്കണം. എന്നിട്ട് ഈ ബീഫിൻ്റെ ചാറിൻ്റെ കൂടെ കൂട്ടി ഈ വർഷത്തെ ഫസ്റ്റ് ചക്കപ്പുഴുക്ക് ഞാൻ തിന്ന് ഉദ്ഘാടനം ചെയ്യുന്ന. സാധാരണ വീഡിയോയിലൊന്നും കാണാത്ത തൊള്ളാലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. ചക്ക കണ്ടാൽ എനിക്ക് ഭ്രാന്താ. അപ്പം ഇപ്പം വരും കമൻ്റ് എല്ലാവരും ഇടും, ഇനി അങ്ങോട്ട് എന്തോരം ചക്ക കാണേണ്ടി വരുമോ എന്ന് തോന്നും. അപ്പോഴും ചക്ക കുറവാണ്. അപ്പം ഞാൻ പോയിട്ട് എല്ലായിടത്തും ഇരുന്നൊന്ന് അർമാദിച്ചത് തിന്നട്ടെ കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.